ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. കുറേ ദിവസമായിട്ടോ ഇതേപോലെയുള്ള നല്ല ഡാർക്ക് കളറിലുള്ള ബീഫ് ഫ്രൈ കഴിക്കണമെന്ന് തോന്നിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇതെൻ്റെ പഠിച്ചവനെ, ഇതിൻ്റെ ടേസ്റ്റ് ഒടുക്കത്തത് ഒരു രക്ഷയുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ചേരുവകളുടെ ഒന്നും ഒരു ആവശ്യവും ഇല്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറന്നു പോകരുത് കേട്ടോ. ഞാനിപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തത്. എള്ളും കൂടിയിട്ട് ഇട്ട് കൊടുത്തത്, ഒരുപാടൊന്നും എല്ലില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫിലേക്കൊക്കെ. അപ്പോൾ അതെടുത്തിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബീഫിന് അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പം പറഞ്ഞതിൻ്റെ എല്ലാം അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ, അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം എന്തായാലും ബീഫിൽ നിന്ന് ഇറങ്ങി വരും. എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 80% ബീഫ് കുക്കായാൽ മതി. ഒരുപാട് അങ്ങ് കുക്കായി പോയാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കറിവേപ്പില ഇട്ട് എടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽ മുളകും പിന്നെ ഒരു ചെറിയ 2 കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് വലിയ ജീരകയില്ലേ, പെരുംജീരകം, അതും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോണ്ട, ഇങ്ങനെ മതി. ഇതാണ് കറക്റ്റ് പരുവം. ഇങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറക്റ്റ് ഞാനിപ്പോൾ ഒരു 4 വിസിൽ അടുപ്പിച്ചെടുത്തപ്പോൾ ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ബീഫിൽ നല്ല വെള്ളം ഉണ്ടപ്പോൾ അതൊരു ഹൈ ടൈമിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിലത്തെ വെള്ളം നമ്മൾ ഒഴിവാക്കാൻ നിൽക്കണ്ട. വെള്ളം ഇതേപോലെ വറ്റിച്ചെടുക്കുമ്പോഴാണ് ബീഫിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1.5 ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളത്തിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട. അതിൽ കിടന്ന് നമ്മളെ മസാലയും നല്ലപോലെ ഒന്ന് മിക്സ് ആയിക്കോളും. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതേപോലെ ബീഫ് ഫ്രൈ ട്രൈ ചെയ്യുന്നത്. എൻ്റെ പഠിച്ചോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതെന്ത് ടേസ്റ്റാണെന്ന് പറയണേ, സൂപ്പറാണ് കേട്ടോ. ഒരു വട്ടം നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ പിന്നെ എന്നും ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കുള്ളൂ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ ഗ്രേവി ഇല്ല വിചാരിച്ചിട്ട് ചപ്പാത്തി പൊറോട്ട അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് പൊറോട്ട പത്തിരി ഇതിൻ്റെ ഒപ്പം എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പൊന്നുമില്ല, 1/4 കപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ ബീഫില്ല അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും നല്ലപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് ഞാനിവിടെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ സെയിം പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം ചെറിയുള്ളി ഇല്ലേ, അതും കൂടി വേണം കേട്ടോ. ഇതിലേക്ക് ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അഥവാ ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി എടുക്കുക. പക്ഷേ എങ്കിൽ ടേസ്റ്റ് ചെറിയുള്ളി എടുക്കുമ്പോഴാട്ടോ ഉണ്ടാകുക. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫില്ലേ ഫ്രൈ ചെയ്ത് വെച്ചത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അത്രയും മതിയാകും കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല പോലെ ഇത് കളറ് മാറി നല്ല ബ്ലാക്ക് കളറിലായി വരും കേട്ടോ. ഇത് കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
പിന്നെ എന്നും ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ.